ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹോസ്പിറ്റൽ റിവ്യൂ ആണ്. ശുദ്ധി ഹിംസ് എന്ന ഹോസ്പിറ്റലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിന് ശുദ്ധി വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയൊരു ഹോസ്പിറ്റലാണ്. ഇതൊരു ആയുർവേദ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ. നമുക്കറിയാം, നമ്മുടെ ശരീരം എന്ന ആ ഒരു മെഷീന് അതൊരു വലിയ മെഷീനാണ്. അത് ശരിക്കും നോക്കിയില്ലെങ്കിൽ നമുക്ക് ശരിക്കും പണി കിട്ടും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് നമുക്ക് ടൈമില്ല. നമ്മുടെ ശരീരം, നമ്മുടെ ബോഡി ശ്രദ്ധിക്കാനായിട്ടുള്ള നമുക്ക് ടൈമില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ടൈമില്ലായ്മയും അതുപോലെ തന്നെ നമുക്ക് വേണ്ടത്ര നമ്മുടെ അറിവില്ലായ്മ, നമ്മുടെ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ നമ്മുടെ ബോഡീനെ കെയർ ചെയ്യണം എന്നുള്ള അറിവില്ലായ്മ കൊണ്ടാണ് പല അസുഖങ്ങളും ഇന്ന് നമ്മളെ പിടികൂടുന്നത്. നമുക്കറിയാം എന്താണ് ആയുർവേദം. നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ആയുർവേദം ഒത്തിരി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ആയുർവേദം ഒരുപാട് സഹായം നമുക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ അസുഖങ്ങൾ പിടികൂടില്ല. അതുപോലെ തന്നെ ഓൾറെഡി നമുക്ക് പിടികൂടിയ അസുഖങ്ങളിൽ നമുക്ക് മോചനം ലഭിക്കണമെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് അലോപ്പതിയിലൊക്കെ നമുക്ക് കാണിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു മോചനം നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു ശാശ്വതമായൊരു മോചനവും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു നല്ലൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു റിലീഫും കൂടെ കിട്ടണമെങ്കിൽ ആയുർവേദം ഒരുപാട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ശുദ്ധി ഹിംസിലെ ഏകദേശം 120ഓളം ക്ലിനിക്സും ഹോസ്പിറ്റൽസും ഉണ്ട്. ഇവിടെ ആയുർവേദം മാത്രമല്ല കേട്ടോ, നാച്ചുറോപ്പതി, ഹോമിയോപ്പതി, അക്യുപ്രഷർ, അതുപോലെ തന്നെ പഞ്ചകർമ്മ തുടങ്ങിയവയെല്ലാം ചേർന്നുള്ളൊരു സംയോജിത ചികിത്സാ രീതിയാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിനായിട്ടും നമ്മുടെ ബോഡി ആദ്യം ഇവർ ചെയ്യുന്നത് ഡീടോക്സിഫൈ ചെയ്യുകയാണ്. ഡീടോക്സിഫൈ ചെയ്യുമ്പോൾ തന്നെ പല അസുഖങ്ങളും നമ്മുടെ മാറുന്നതായിരിക്കും. അപ്പോൾ ഇവർ മെയിനായിട്ടും കിഡ്നി, ലിവർ, അതുപോലെ തന്നെ ഡയബറ്റിക്സ്, പിന്നെ ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾക്കെല്ലാം ഇവിടെ ചികിത്സയുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിൽ നല്ലോണം സൂക്ഷിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക്, അതായത് ബോഡിയുടെ പ്യൂരിഫിക്കേഷൻ വേണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ഹോസ്പിറ്റലിനെ സമീപിക്കാവുന്നതാണ്. ഹോസ്പിറ്റലിൽ നമുക്ക് ഔട്ട് പേഷ്യൻറ്റ് ക്ലിനിക് ഉണ്ട്, ഇൻ പേഷ്യൻറ്റ് ക്ലിനിക് ഉണ്ട്, ഡേ കെയർ ഉണ്ട്, നാച്ചുറോപ്പതി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നേരിട്ട് നമുക്ക് പോയി കൺസൾട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വിർച്വൽ കൺസൾട്ടേഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അസുഖത്തിന് അനുസരിച്ചുള്ള പ്രത്യേക ഡയറ്റ് പ്ലാന് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഹോസ്പിറ്റലിൽ നമുക്ക് ഒരുപാട് തെറാപ്പീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലോവർ ലെഗ് എമൽഷൻ തെറാപ്പി, ഹെഡ് ടിൽ ഡൗൺ തെറാപ്പി, പിന്നെ അതുപോലെ മഡ് തെറാപ്പി, ഹോട്ട് വാട്ടർ തെറാപ്പി, പിന്നെ പല പഞ്ചകർമ്മ ചികിത്സാ രീതികൾ. അപ്പോൾ ഇവരുടെ ഒരു മെയിൻ ഉദ്ദേശം തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് നല്ലൊരു ഹെൽത്തിയർ ആയിട്ടുള്ള ലൈഫ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം തന്നെ. അപ്പോൾ ആരോഗ്യമുള്ളൊരു ശരീരം, മനസ്സും ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഹോസ്പിറ്റലിനെ സമീപിക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.